നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 754 754. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 754 754. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്ന ഭാഗത്തിൽ സർഗം 24 സംസാരിക്കേണ്ടത്. സർവം കർമ്മഫലം. നാം അനുഭവിക്കുന്നതെല്ലാം അവരവർ ചെയ്തിട്ടുള്ള കർമ്മഫലമാണ്. അത് അവരവർക്ക് മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ. അതിനെ അന്യതാകരിക്കാൻ ഒരാൾക്കും പറ്റില്ല, ഇൻക്ലൂഡിങ് ദേവദാസ്. ദേവന്മാർക്കും ദേവിമാർക്കും പറ്റില്ല എന്നാ. ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഭയരഹിതനായിട്ട് തീരും. അതാണ് ഈ ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും അന്തിമ ലക്ഷ്യം, നിർഭയത്വം. എന്തെല്ലാം നശിച്ചാലും തന്നിലുള്ള ആത്മവിശ്വാസം കളയാതെയിരിക്കുക. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞത് 23-ാം സർഗം 48-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ജസ്റ്റ് ടു കോറിലേറ്റ്. ത്രിഗുണവും അതു തീർത്ത സംസ്കൃതിയും ഭൂമിയും ഇത് അങ്ങിനെ ചാമ്പലാക്കിയിടും. എല്ലാം ഭസ്മാക്കി തീർക്കും. വിശദമതീതും സ്വയം കെടും. വിറക് കഴിഞ്ഞിടിൽ അഗ്നി പോലവേ വിശിതം അതീതും സ്വയം കെടും. ആ ഉണ്ടായ തീയ സ്വയം കെടും. എങ്ങനെ? വിറകു കഴിഞ്ഞിടിൽ അഗ്നി പോലവേ. പറയാറില്ലേ, അടുപ്പത്ത് തീ കെട്ടു എന്ന് പറഞ്ഞാൽ വിറകില്ല എന്നർത്ഥം. ഇനി നമ്മൾക്ക് സർവം കർമ്മഫലം എന്നുള്ള വളരെ വേദാന്തപരമായിട്ട് പ്രാധാന്യമുള്ളവരും എന്തൂസിയാസം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ടതും പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള ഭാഗമാണ് കർമ്മഫലം എന്നുള്ളത്. ഈ വണ്ണം ആത്മാവു നിനക്കിൽ നിത്യൻ ഏകൻ പരൻ ജ്ഞാനഘനസ്വരൂപൻ. എന്താണ് ആത്മാവ്? ജ്ഞാനഘനസ്വരൂപൻ. ജ്ഞാനം ഘനീഭവിച്ചതാണ്. മാത്രമല്ല, ഈ വണ്ണം ആത്മാവ് നിനക്കിൽ ആലോചിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ആലോചിക്കണം. നിത്യനാണ്, മരിക്കണില്ല, ജനിക്കണില്ല. ഏകൻ, പരൻ, ഏറ്റവും പരമോന്നതമായിട്ടുള്ളവനാണ്. ജ്ഞാനഘനസ്വരൂപൻ. കർത്തൃത്വവും മറ്റും ഉപാധി മൂലം ഉണ്ടാവതാണ് ആയതറിഞ്ഞ അമന്തം. കർത്തൃത്വവും മറ്റും ഉപാധി മൂലമുണ്ടാവതാണ് ആയതറിഞ്ഞ അമന്തം. മന്ദമല്ലാണ്ട് പെട്ടെന്ന് എന്നർത്ഥം. പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. അനിത്യകാര്യങ്ങളിൽ ആഗ്രഹം വിട്ട്. അനിത്യകാര്യങ്ങളിൽ ആഗ്രഹം വിട്ട്, അതായത് എവർലാസ്റ്റിംഗ് അല്ലാത്തതിൽ തൂങ്ങിപ്പിടിക്കാൻ പാടില്ല. ഇപ്പം അമ്പലത്തിലൊരു തായമ്പ കൊട്ടിച്ചു, വേണ്ടാന്നല്ലാട്ടോ പറഞ്ഞത്, കൊട്ടിച്ചു. ഞാനല്ല, കമ്മിറ്റിക്കാരെന്ന് വിചാരിക്കുക. എല്ലാവരും തലയാട്ടി ഇഷ്ടമായി, ജയ് ജയ് വിളിച്ചു. അത് നിത്യല്ല. നേരെ മറിച്ച് ഭാഗവതം പഠിച്ചു, രാമായണം പഠിച്ചു, സഹോദര സ്നേഹം എന്താണെന്ന് മനസ്സിലായി, അച്ഛനോടും അമ്മയോടും ഉള്ള പ്രതിബദ്ധത എന്താണെന്ന് മനസ്സിലായി. ആ വ്യക്തി എവർലാസ്റ്റിംഗ് ആണ്. എന്താ പറഞ്ഞ അർത്ഥം? ഏത് സാഹചര്യത്തിലും തളരില്ല. അതന്നെ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ദൃശ്യകലകളും ഏതാ? കലകൾ അത് വേദത്തിൽ പറയുന്നുണ്ട്. ദൃശ്യം എന്നുള്ളതിൽ ഭ്രമിക്കരുത്.
അത് എവർ ചേഞ്ചിങ് ആണ്, എപ്പോഴും ചേഞ്ചിങ് ആണ്. ഈ ചേഞ്ച് മനസ്സിലാക്കണത് ആരാ? ചേഞ്ച് ആവാത്ത ആത്മാവ്. അതാണ് ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ദൃശ്യത്തിൽ ഭ്രമിക്കരുത് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അനിത്യകാരങ്ങളിൽ ആഗ്രഹം വിട്ട് ആത്മാവിനെ താനുര ചെയ്തവണ്ണം, മേൽ പറഞ്ഞ പോലെ ഉപാസനം ചെയ്തിടുവോൻ. ഉപാസിക്കുക. ആത്മാവിനെ താൻ ഉര ചെയ്തവണ്ണം ഉപാസനം ചെയ്തിടുവോൻ ക്രമത്തിൽ വിമുക്തനാം എന്നതു സിദ്ധമത്രേ. ക്രമത്തിൽ. ഒരു പ്രാവശ്യം ഈ ശ്ലോകം കണ്ട് പഠിച്ചു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതല്ല. പിന്നെയോ ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തണം, തഴമ്പ് വരണം. നിത്യജീവിതത്തിൽ ആകുലപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ചതിനൊന്നും ഫലമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഉപാസനം ചെയ്തിടുവോൻ ക്രമത്തിൽ വിമുക്തനാം എന്നത് സിദ്ധമത്രേ. മീമാംസകന്മാരിത് സമ്മതിക്കില്ല. മീമാംസകന്മാര് ഇത് സമ്മതിക്കില്ല. അവർക്കിടും യുക്തിയും ഒന്നു കേൾക്കാം. അവരുടെ യുക്തി എന്താണ്? കേട്ടോടുന്നാണ് പറഞ്ഞത്. ഞാനെന്ന വാക്കിൽ പൊരുളായ ജീവൻ അനേക ദേഹങ്ങളിൽ വാഴുക മൂലം. ഞാൻ എന്ന വാക്കിൻ പൊരുളായ ജീവൻ അനേക ദേഹങ്ങളിൽ വാഴുക മൂലം അസംഖ്യനും നിത്യനുമാണു ദേഹം മാറിയിടിലും നാശമണഞ്ഞിടാത്തോൻ. നാശം ഭവിക്കില്ല. പറഞ്ഞ വിഷയോ? അസംഖ്യനും നിത്യനുമാണ് ദേഹം, മാറിയിടിലും നാശമണഞ്ഞിടാത്തോൻ. അവൻ ഉപാസിപ്പതിനില്ല മേൽപ്പട്ടില്ല ഒരാൾ അങ്ങനെ നിർവികാരൻ. അവന് ഉപാസിപ്പതിന് ഇല്ല, മേൽപ്പട്ട് ഇല്ല ഒരാളിങ്ങനെ. അതായത് തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ചൈതന്യം ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാവരെ. അപ്പം ശരിക്കുള്ളത് എന്താ? തന്നിലും ചൈതന്യമുണ്ട്, പുറത്തും ചൈതന്യമുണ്ട്. അപ്പോൾ കാണുന്നവരേനൊക്കെ ഇഷ്ടപ്പെടണം. അവരൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിൽ നമ്മൾ ഭാഗവാക്കാവണം. അവരുടെ വേദനകൾ മാറ്റാനുള്ളൊരു ഇനീഷ്യേഷൻ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. അപ്പോൾ അസംഖ്യനല്ലെങ്കിൽ ഒരുത്തനാർന്ന സുഖത്തെ മറ്റോനും അറിഞ്ഞിടേണ്ടേ. അസംഖ്യൻ അല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ സുഖത്തെ മറ്റോനുമറിഞ്ഞിടേണ്ടേ. ഇപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയും മക്കൾ 2 ബെഡിൽ കൈയെത്തുന്ന ദൂരത്ത് കിടക്കുകയാണ്. ഒരാൾക്ക് വയറുവേദന, ഒരാൾക്ക് നെഞ്ഞുവേദന. രണ്ടാളോട് നെഞ്ഞ് തലോടാൻ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ രണ്ടാളോടും വയറ് തലോടാൻ പറഞ്ഞാൽ മതിയോ? പോരാ. ഒരാൾക്ക് വയറ് തലോടി കൊടുക്കുക, ഒരാൾക്ക് നെഞ്ഞ് തലോടി കൊടുക്കുക. അതേപോലെ ഒരാൾക്ക് പുട്ടും കടലയാവും ഇഷ്ടം, ഒരാൾക്ക് പുട്ടും പഴാവും ഇഷ്ടം. എൻ്റെ അച്ഛനും അമ്മയും ഒന്നാണ്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ആഹാരേ പറ്റൂന്ന് പറ്റുമോ? ഇല്ല. അപ്പം ശരീര സംബന്ധമായ കാര്യങ്ങൾ വേറെ, ആത്മസംബന്ധമായ കാര്യങ്ങൾ വേറെ. അത് ഓർത്തിടാതെ ഈ വിധം എങ്ങും ആത്മാവൊന്നു ചൊല്ലിയിടുവതത്ര മൗഢ്യം. അപ്പോൾ അത് ഓർത്തിടാതെ ഈ വിധം എങ്ങും ആത്മാവൊന്നൊന്നു ചൊല്ലിയിടുവതത്ര മൗഢ്യം. എന്നല്ല, ഒരാത്മാവ് അഖിലൈക മൂലസ്വരൂപനുണ്ടെന്നതു മിഥ്യമാത്രം. അഖിലൈക മൂലസ്വരൂപൻ, എല്ലാറ്റിനും മൂലകാരണമായിട്ടൊരാളുണ്ട് എന്ന് വിചാരിക്കുന്നത് മിഥ്യ മാത്രമാണ് എന്ന് പറയുന്നു. എല്ലാം വാദപ്രതിവാദങ്ങൾക്ക് അവസാനം പറയും കർമ്മഫലമാണ്. അത് അവിടേക്കാണ് പോണത്. അപ്പോൾ വൈരാഗ്യം ആവശ്യകമല്ല. അവർ പറയണു, മീമാംസകന്മാർ പറയണു, വൈരാഗ്യം ആവശ്യകമല്ല, ഭോഗസ്ഥാനം ശരിക്കോതും അതിൻ്റെ ശാസ്ത്രം. അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് അവർ പറഞ്ഞത്. ഭുജിക്കും ആത്മാവ് അതിനുള്ള കാലം നശിപ്പതല്ലീ വകയൊന്നുമെന്നും. ഭുജിക്കും ആത്മാവാണ് ടേസ്റ്റ് നോക്കണമെന്നാണ് പറഞ്ഞത്.
അതിനുള്ള കാലം ഈ ശരീരത്തിലുള്ള കാലം. നശിപ്പതല്ലീ വകയൊന്നുമെന്നും ജഗത്തിതെന്നാളും ഇതേ നിലയ്ക്കും നിൽക്കുന്നതാണ് എന്തിന് അതിനൊരീശൻ. ജഗത്തിതെന്നാളും ഇതേ നിലയ്ക്ക് നിൽക്കുന്നതാണ് എന്തിനതിനൊരീശൻ. ഒരു ഈശൻ്റെ ആവശ്യം എന്താണ് പറഞ്ഞത്? ദേഹം നശിച്ചിടുകിലെന്തു ജീവൻ, ദേഹം നശിച്ചിടുകിലെന്തു ജീവൻ, നശിക്കുകയില്ല ആകൃതി മാറിയാലും. ശരീരം നശിക്കാം, ആത്മാവ് ജീവൻ നശിക്കണില്ല. സ്രക്ചന്ദന സ്ത്രീ മുതലായതെല്ലാം പാർത്തട്ടിൽ ഈ മാതിരിയെന്നുമുണ്ടാം. സ്രക്ചന്ദന സ്ത്രീ മുതലായതെല്ലാം പാർത്തട്ടിൽ ഈ മാതിരിയെന്നുമുണ്ടാം. അതായത് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുന്ന ആൾ മാറിയാലും സുഖദുഃഖങ്ങൾ പിന്നെയും ഈ ഭൂമിയിലുണ്ട്. മർത്യാദിരൂപങ്ങളിൽ മാറി മാറി ജീവൻ ഓരോ രൂപത്തിലും മാറി മാറി വന്നിടും ആത്മാവിനിതാം സ്വരൂപം. അല്ലാതൊരേ മട്ടിൽ വിളങ്ങിടുന്ന വിജ്ഞാനമെങ്ങാണതു വാക്കിൽ മാത്രം. അല്ലാതെ ആത്മാവിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ വന്നിടും ആത്മാവിനിതാം സ്വരൂപം, അല്ലാതൊരേ മട്ടിൽ വിളങ്ങിടുന്ന വിജ്ഞാനമെങ്ങാണതു വാക്കിൽ മാത്രം. വിജ്ഞാനം ഘനീഭവിച്ചതാണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മീമാംസക പക്ഷക്കാരെ പറഞ്ഞു പരത്തുന്നത്. നിങ്ങൾക്കെഴും മുക്തി, നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ഒന്നിലും ആസക്തിയില്ലാതെ കണ്ട് എല്ലാം ഒരേപോലെ കാണുന്നതിനാണ് മോക്ഷം എന്ന് പറയുക. സുഖദുഃഖങ്ങളില്ല, ആനന്ദം പരമാനന്ദമേ ഉള്ളൂ. അപ്പോൾ പറയണു, നിങ്ങൾക്കെഴും മുക്തി അത് ഇന്ദ്രിയങ്ങളില്ലായ്ക മൂലം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതൊക്കെ നശിക്കും. എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി അല്ലാത്ത മനനം ചെയ്യൽ, കയ്യും കാലും കണ്ണും മൂക്കും ചെവിയൊന്നും വേണ്ട അതിന്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കെഴും മുക്തി അത് ഇന്ദ്രിയങ്ങളില്ലായ്ക മൂലം പുരുഷാർത്ഥശൂന്യം. പുരുഷാർത്ഥശൂന്യം, ധർമാർത്ഥ കാമത്തിന് മേലെയാണ് ഇത് മോക്ഷം. അതുകൊണ്ടാണ് പറഞ്ഞത് വെറും. അപ്പോൾ പുരുഷാർത്ഥശൂന്യം ഒരേ വിധം തീരെ വളർച്ചയറ്റ വെറും ജഡം നീരസം മായതേക്കാൾ. വെറും ജഡം നീരസം, നീര് എന്നുള്ള രസം, വെള്ളം, മായതേക്കാൾ എന്നാണ് പറഞ്ഞത്. നീരസം ആയതേക്കാൾ, മായല്ല ആയതേക്കാൾ. പ്രവൃത്തിമാർഗം പ്രകൃതിക്കതേറെ യോജിച്ചതന്ത്യന്ത മനോഭിരാമം. പ്രവൃത്തിമാർഗം പ്രകൃതിക്ക് ഏറെ യോജിച്ചത് അത്യന്തം മനോഭിരാമം. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ് പ്രവൃത്തികൾ. സംതൃപ്തി എന്ന് പറയും, കണ്ടൻമെൻ്റ് എന്ന് പറയും, എൻജോയ്മെൻറ്റ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല ഒരാളും അത്രയ്ക്കും അത്യന്തം വിനിന്ദ്യമെങ്കിൽ. നിന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിന്ദിക്കപ്പെടണം, വേണ്ടേ? അതിനെ സ്തുതി എന്ന് പറയില്ല. അപ്പോൾ എന്നല്ല അത് ആ മറ്റൊരു ദുഃഖമെങ്കിൽ വലിച്ചെറിഞ്ഞിടുമുടൻ മനുഷ്യൻ. ദുഃഖങ്ങൾ വന്നാൽ അതിനെ വലിച്ചെറിയാൻ സാധിക്കണം, അതിൽ തൂങ്ങിപ്പിടിക്കരുത്. എന്നെന്താ, ദുഃഖം വിടില്ല നമ്മളെ. അപ്പം ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ് സത്യം. എല്ലാ ദിവസവും ആനന്ദം അനുഭവിക്കാം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടിരിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ ഗഹനമായ പഠിപ്പാണ്. പഠിപ്പില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ പ്രവൃത്തിമാർഗം പ്രകൃതിക്കതേറെ യോജിച്ചത് അത്യന്ത മനോഭിരാമം.
അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ലൊരാളും അത്രയ്ക്കും അത്യന്ത വിനിന്ദമെങ്കിൽ എന്നല്ലതാ മറ്റൊരു ദുഃഖമെങ്കിൽ വലിച്ചെറിഞ്ഞിടുമുടൻ മനുഷ്യൻ ഈ മറ്റഴും യുക്തികളൊക്കെ വേദവിരുദ്ധമാണ് ഉദ്ധവാൻ ഓർത്തു നോക്കൂ. അപ്പോൾ വേദവിരുദ്ധമാണ് ഈ പറഞ്ഞ മീമാംസക തത്വം എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിച്ചു നമുക്ക്. അത് കഴിഞ്ഞിട്ട് പറയണു, ദേഹം ധരിച്ചിടുകിൽ ഏതു മട്ടും ദുഃഖിച്ചിടാതെ ആവുകയിൽ ഒരാൾക്കും. ശ്രദ്ധിക്കണം, ദേഹം ധരിച്ചിടുകിൽ ഏതു മട്ടും ദുഃഖിച്ചിടാതാവുകയിൽ ഒരാളും. എല്ലാവരും ദുഃഖിച്ചോളണമെന്നൊന്നുമില്ല. കാരണം എന്താ? കർമ്മഫലങ്ങളാണെന്നാണ് പറഞ്ഞത്. കാലം നിമിത്തം ബലജന്മ മൃത്യു ജരാധിരോഗാദികളേൽക്കമൂലം. എങ്ങനെയാണ് അസുഖം വരുന്നത്? കാലം നിമിത്തം, സമയം, പല ജന്മം, മൃത്യു ജരാധിരോഗാദികളേൽക്കമൂലം. പലതരത്തിലുള്ള ടെൻഷൻ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. കാശ് കൊടുക്കാണ്ട് കിട്ടുന്നത് അതാണ്. അതില്ലാതെ ഉണ്ടാക്കാൻ കാശ് കൊടുക്കും വേണം. അതിനുള്ള മരുന്ന് മന്ത്രം പറഞ്ഞില്ലേ. അപ്പോൾ ദേഹം ധരിച്ചിടുകിലേതു മട്ടും ദുഃഖിച്ചിടാതാവുകയില്ലൊരാൾക്കും കാലം നിമിത്തം ബലജന്മ മൃത്യുജരാധിയോഗാദികളേൽക്കമൂലം. അസംഖ്യം അന്ധക്കരണാദിധർമ്മം ആത്മാവിലേറ്റേടുകയാൽ ഈ വണ്ണം. ഓവർലോഡ് ചെയ്യുക, ആത്മാവിനെ ഓവർലോഡ് ചെയ്യുക. ആത്മാവ് നിഷ്കാമനാണ്, ആത്മാവ് കളർലെസ്സാണ്, രൂപവുമില്ല നാമവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ പെടുപ്പത് ഭാരം വഹിക്കുന്നൊരു വണ്ടിക്കാളേനെ പോലെയോ വണ്ടീനെ പോലെയോ നമ്മൾ കണ്ടാൽ മോശമാണ്. അസംഖ്യം അന്ധക്കരണാദിധർമ്മം ആത്മാവിലേറ്റേടുകയാൽ ഈ വണ്ണം അതോർത്തിടാതെ ഭൂമിയിലുള്ള ഊഴിയിലുള്ള സർവഭാരങ്ങളും പേശി വലഞ്ഞിടുന്നു. അപ്പോൾ എടുത്താ പൊന്താത്ത ജീവിതഭാരം എനിക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ നിഗമനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതോർത്തിടാതെ ഊഴിയിലുള്ള സർവഭാരങ്ങളും പേശി വലഞ്ഞിടുന്നു. എന്നിട്ടോ, കർമ്മങ്ങൾ ചെയ്തിടും അവൻ അതിനും സ്വാതന്ത്ര്യമെന്നുള്ളതു തീരെയില്ല. എനിക്ക് നന്നാവണം എന്ന് വിചാരിച്ച് ഞാൻ സത്സംഗങ്ങളിൽ പോവാം എന്ന് നമുക്ക് റെസൊല്യൂഷൻ പാസ് ചെയ്യാം. പക്ഷെ അത് സാധിച്ചോളണമെന്നില്ല. കാരണം ഇവൻ എത്ര കാലം ബുദ്ധിമുട്ടണം? ഇവൻ ആരാണ്? ആത്മസ്വരൂപനാണോ അതോ വെറും വാക്കൽ മാത്രം വീണവനാണോ? അപ്പോൾ മരണത്തിനെ പറ്റി ഒരു ദിശാമുഖം പറയേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പൂർവജന്മാന്തര ദുരിതം കഴിയാതെ കണ്ട് സുഹൃതം അനുഭവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് സുഹൃതം അനുഭവിക്കണമെങ്കിലും സമയമായില്ല പോലും എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കർമ്മങ്ങൾ ചെയ്തിടും അവൻ അതിനും സ്വാതന്ത്ര്യമെന്നുള്ളത് തീരെയില്ല. ഉണ്ടെന്നു ചൊല്ലിയിടുകിൽ ഇന്നവണ്ണം ദുഷ്കർമ്മമേ ചെയ്തുവിടുകയില്ലൊരാളും. ഈ ഭൂമണ്ഡലത്തിൽ ദുഷ്ടകർമ്മമേ ചെയ്യുക ഇല്ലൊരാളും. അങ്ങനൊരവസ്ഥ വരണം. ദുഷ്ടകർമ്മങ്ങൾ ചെയ്യാതെ കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ജനറേറ്റ് ആവണം. അതിനാൾക്കാരെ ഭാഗവതം പഠിക്കണം. അതിലുള്ള തത്വശാസ്ത്രങ്ങൾ ദൈനംദിന കർമ്മങ്ങളിൽ ഉപയോഗിക്കണം. അപ്പോഴാണ് ദുഷ്കർമ്മമേ ചെയ്യുകയില്ല ഒരാളും എന്നുള്ള അവസ്ഥയിലെത്തുള്ളൂ. എന്നല്ല ദുഃഖാനുഭവത്തിനേതും വഴങ്ങയില്ല ഇത്തിരി ബുദ്ധിയുള്ളോൻ. കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ ഒരു തരത്തിലും ദുഃഖാനുഭവത്തിനേതും വിളങ്ങുകയില്ല. അങ്ങനെയാണ്.
എന്നിട്ടോ കാലം ഗുണം കർമ്മം ഇവയ്ക്കധീനമാണെങ്കിലേൽക്ക അസുഖമേതുകൊണ്ടും. അസുഖം ഒന്നും വരാത്തൊരു സാഹചര്യമുണ്ട്. അതേതാ? കാലം ഗുണം കർമ്മം ഇവയ്ക്ക് അധീനനാണെങ്കിൽ ഏൽക്ക സുഖമേതുകൊണ്ടും. അപ്പോൾ എല്ലാറ്റിനും ഒരു എന്താണെന്നാ പറയുക, ഒരു ഒട്ടിപ്പിടിക്കലുണ്ട്. എന്തിൽ? കർമ്മത്തിൽ. ആ കർമ്മങ്ങൾ നിഷ്കാമമായി ജനഹിതത്തിന് വേണ്ടി ജീവിച്ചാലോ അവന് യാതൊരു അസുഖവും അവനെ തേടിയെത്തില്ല. അപ്പോൾ പറയണു, ഈ വണ്ണം മൂർത്തിയിടുകിൽ ഇന്ന് ജീവജാലങ്ങളേതും പരതന്ത്രമല്ലി. ഒരു കൺക്ലൂഷനാണ്. എന്തുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും പരതന്ത്രന്മാരാണ്, സ്വതന്ത്രന്മാരല്ലാത്തത്? ഈ വണ്ണം മോർത്തേടുകിൽ ഇന്ന് ജീവജാലങ്ങളേതും പരതന്ത്രമല്ലി. ചെയ്യാൻ മടിപ്പോനയുടൻ പിടിച്ചു ചെയ്യോനുണ്ടാവാം സ്വതന്ത്രൻ. ചെയ്യാൻ മടിപ്പാനെ ഉടൻ പിടിച്ചു ചെയ്യിക്കുവാനുണ്ട് അവനാം സ്വതന്ത്രൻ. മടിയന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. മടിയന്മാരെ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രവാൻ, അല്ലെങ്കിൽ അവരാണ് ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപം. അപ്പോൾ ചെയ്യാൻ മടി പോനിയുടൻ പിടിച്ചു ചെയ്യിക്കുവാനുണ്ടവനാം സ്വതന്ത്രൻ. കർമ്മങ്ങൾ വേണ്ടും വിധം ആചരിക്കിൽ. കർമ്മങ്ങൾ വേണ്ടും വിധം ആചരിക്കിൽ എന്നും സുഖം തന്നെ. അതോർത്തിടേണ്ട തെറ്റാതെ ചെയ്തിടണ പണ്ഡിതനും കാണാം പലപ്പോഴും അതീവ ദുഃഖം. പാണ്ഡിത്യമുള്ള ഒരാൾ കൂടി സ്വയം ദുഃഖിക്കുന്നത് കാണാം. അതാണ് അല്പത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, കർമ്മങ്ങൾ വേണ്ടും വിധം ആചരിക്കില്ലെന്നും സുഖം തന്നെ. അതോർത്തിടേണ്ട. കർമ്മങ്ങൾ നല്ല നിലയ്ക്ക് ആചരിച്ചാൽ അച്ചട്ട് എഴുതി കൊടുക്കാം. പക്ഷേ അതിൽ നമ്മളൊരു നീക്കുപോക്കുകൾ പലപ്പോഴും ചെയ്യും. അതാണ് നമ്മളെ പിന്നെയും പ്രകൃതിദത്തമായിട്ടുള്ള മായയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ മടിപ്പോനയുടൻ പിടിച്ചു ചെയ്യിപ്പിക്കുവാനുണ്ടവനാം സ്വതന്ത്രൻ. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകം. കർമ്മങ്ങൾ വേണ്ടും വിധം ആചരിക്കലെന്നും സുഖം തന്നെ. അതോർത്തിടേണ്ട തെറ്റാതെ ചെയ്തിടിന പണ്ഡിതനും കാണാം പലപ്പോഴും അതീവ ദുഃഖം. 19ാമത്തെ ശ്ലോകം. ദുഃഖം സുഖം രണ്ട് ഇവൻ നീക്കിടാനും നേടാനുമാണെന്നു നടിക്കുപോലും. സുഖം ദുഃഖം ഈ രണ്ടും, ദുഃഖം സുഖം രണ്ട് ഇവൻ നീക്കിടാനും നേടാനുമാമെന്നു നടിക്കുപോലും. രണ്ട് ആൾക്കാർ പലതരമുണ്ട് അല്ലേ? അപ്പം നടിക്കുപോലും. അഹങ്കരിക്കാം മരണത്തെ മാറ്റാൻ ഉപായമില്ലാർക്കൊകിൽ എന്തോ സൗഖ്യം. മരണത്തിനെ മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മൾ എത്രത്തോളം ഉപദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, അതാണല്ലോ പ്രധാനം. അതുകൊണ്ടാണ് പറഞ്ഞത്, അഹങ്കരിക്കാം മരണത്തെ മാറ്റാൻ ഉപായമില്ലാർക്കൊകിലെന്തു സൗഖ്യം. അവർക്ക് ദുഃഖം തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ധനം ജനം കാമിനി തൊട്ടതൊന്നും പ്രിയപ്പെടാകാലനടുത്ത കാൺകേ. ധനം ജനം കാമിനി തൊട്ടതൊന്നും പ്രിയപ്പെടാകാലനടുത്തു കാൺകേ. കടപ്പിൽ ഇരിക്കണ ഇരിപ്പിൽ അല്ലെങ്കിൽ കിടക്കണ കിടപ്പിൽ അന്ധകന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുമ്പോൾ വാവിട്ട് കരയാമെന്നല്ലാതെ കൊണ്ട് ബാങ്ക് ഡിപ്പോസിറ്റിന് അതിനെ മാറ്റാൻ നിവൃത്തിയില്ല. കുറേ ജനപിന്തുണയുള്ള ഒരാളാണ്, അതും അവന് ഉപകരിക്കാൻ പറ്റില്ല. ധനം ജനം കാമിനി തൊട്ടതൊന്നും പ്രിയപ്പെടാകാലനടുത്തു കാണുകെ.
നൽകാ സുഖം തൂക്കുമരത്തിലേക്ക് പോനുവാൽ പായസമെന്ന പോലെ. നൽകാ സുഖം, സുഖം നൽകില്ല. ആർക്ക് പറയണു? നൽകില്ല. പറയണു, തൂക്കുമരത്തിലേക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന കൈതി, തെറ്റ് ചെയ്തവനെ പാൽപ്പായസം എന്ന പോലെ. വേണ്ടാന്ന് പറയുള്ളൂ. ഷുഗറൊന്നുമില്ല എനിക്ക് കേട്ടോ, ഞാൻ മരിക്കാൻ പോവാ, എനിക്കെന്തിനാ പാൽപ്പായസം? എന്തുമാത്രം ലാളിത്യത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണത്. പക്ഷെ എവിടെ നമ്മൾ മനസ്സിലാക്കണത്? അപ്പോൾ പറയണു, നൽകാ സുഖം തൂക്കുമരത്തിലേക്ക് പോവാനുപായം, തൂക്കുമരത്തിലേക്ക് പോവോനു പാൽപ്പായസമെന്ന പോലെ. സ്വർഗത്തിലും ദോഷം അസൂയ മുമ്പാം ദോഷങ്ങളും ഉണ്ട് 1000 പരമാണു വിഘ്നം. ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വർഗത്ത് പോയാലും അസൂയുണ്ട്. നമ്മളെ സീനിയോറിറ്റി പ്രകാരം നമ്മളെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, തെണ്ടി നടക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ സ്വർഗത്തിലും ദോഷം അസൂയ മുമ്പാം ദോഷങ്ങളുണ്ടായിരം, ആയിരക്കണക്കിനെന്നാണ് പറഞ്ഞത്. ഉണ്ടായിരമാണ് ദോഷങ്ങളും 1000 അണുവിഘ്നം എന്ന് പറഞ്ഞാൽ എന്താ? വിഘ്നത്തിനെ മാറ്റാൻ സാധിക്കില്ല അവിടെ. അതിനു വേണ്ടിയിട്ടു മിനക്കെടായിക മികച്ചൊരി മാനുഷജന്മമാർന്നോൻ. അപ്പോൾ ഭൂമിയിൽ മനുഷ്യനായി പറന്നിട്ടുള്ളവൻ സ്വർഗത്തിലുള്ള തിന്മകളെ മാറ്റാം എന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണെന്ന് പറഞ്ഞു. സ്വപ്നത്തിലുണ്ടാം ധനം, ലോട്ടറി അടിച്ചു എന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ സ്വപ്നത്തിലുണ്ടാം ധനം ഇപ്രകാരം ജാഗ്രത്തിൽ നാം കാണുവതായ ലോകം. ജാഗ്രത്തിൽ കാണുന്ന ലോകം ശാശ്വതമല്ലാന്നാ. കാരണം എന്താ? ഇതിൽ പലവരും പ്രബലമായിട്ടുള്ള സ്വഭാവമുള്ളവർ. അവൻ കള്ളനാവണത് രാത്രിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാത്രിയായി അവൻ കക്കാൻ പോകും. അപ്പോൾ അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വപ്നത്തിലുണ്ടാം ധനം ഇപ്രകാരം ജാഗ്രത്തിൽ നാം കാണുവതായ ലോകം. സുഷുപ്തി സൗഖ്യം സുരലോകം എന്നീ 4 നശിക്കയും ക്ഷണികൾ മാത്രം. അപ്പോൾ സുരലോകം എന്നീ 4 നശിക്കയും ക്ഷണികങ്ങൾ മാത്രം. നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ അവസരോചിതമാണെങ്കിലും അതിന് ഡെപ്ത് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ് തരാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. എവർലാസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നിഷ്കാമകർമ്മം തന്നെ ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്രകാരം ജാഗ്രത്തിൽ നാം കാണുവതായ ലോകം. സുഷുപ്തി സൗഖ്യം സുരലോകം എന്നീ 4 നശിക്കും ക്ഷണികങ്ങൾ മാത്രം. ആരെങ്കിലും ശാശ്വതമായ സൗഖ്യം ആശിക്കലൊന്നേ വഴിയുള്ളൂ മന്നിൽ. ഈ ലോകത്ത് ഒരു ഉപാധിയുണ്ട് രക്ഷപ്പെടാൻ. എന്താ അത്? ആരെങ്കിലും ശാശ്വതമായ സൗഖ്യം ആശിക്കിൽ ഒന്നേ വഴിയുള്ളു മന്നിൽ. പരിഭ്രമിക്കാതെ പരാൽപരൻ്റെ പാദാമുജോ വാസന ചെയ്യുക മാത്രം. എന്താ അവന് രക്ഷപ്പെടാനുള്ള ഏകമാത്രമായിട്ടുള്ള കാര്യം? അതാണ് പറഞ്ഞത്. ആരെങ്കിലും ശാശ്വതമായ സൗഖ്യം ആശിക്കിൽ ഒന്നേ വഴിതുള്ളു മന്നിൽ. പരിഭ്രമിക്കാതെ പരാൽപരൻ്റെ ഹൃദയാംബുജോപാസന ചെയ്യുക മാത്രം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? സാക്ഷാൽ ശ്രീഹരിയുടെ പാതാരവിന്ദത്തെ സേവിക്കുക. മനുഷ്യൻ ഈ വാസ്തവമോർത്തിടാതെ
മനുഷ്യന്നാൽ ഈ വാസ്തവം സത്യത്തിനെ ഓർക്കാതെ കണ്ട് മരിക്കുവോളം തുടരും പ്രയത്നം. പ്രവർത്തിക്കുക 10 ഉറുപ്പുണ്ടാക്കുക, അതല്ല. ഒരേയൊരാത്മാവ് ഈ വണ്ണം രണ്ടുമാകുവതെങ്ങിനെ. അങ്ങനെ ആവാൻ പറ്റില്ല. ഇനി ഈ സർഗത്തിൽ അവസാനത്തെ ശ്ലോകം, അവർ തൻ ദിനചര്യയും ശരിക്കവരെ കണ്ടറിയേണ്ട മാർഗവും അറിവാൻ കൊതി പൂണ്ടു ഭക്തനോടരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. കഥ ആ സർഗം അവിടെ അവസാനിക്കുകയാണ്. അവർ തൻ ദിനചര്യയും ശരിക്ക് അവരെ കണ്ടറിയേണ്ട മാർഗവും അറിവാൻ കൊതി പൂണ്ട ഭക്തനോടരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷഡ്വിംശസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 27-ാം സർഗം. ബദ്ധനം മുക്തനും കൂടിയുള്ള വ്യത്യാസം എന്താണെന്ന് പറയാണ്. അത് നമുക്ക് നാളെ നോക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ